ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങൾ അടിസ്ഥാനമാക്കി ചിന്തിക്കണമെന്നത്രേ ആഗ്രഹിക്കുന്നു. 28-ാമത്തെ വാക്യം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ എന്നുത്തരം പറഞ്ഞു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു തോമസ് അപ്പോസ്തലനെ അന്വേഷിച്ചു വരുന്നതാണ് നാം വായിച്ചതായ വേദഭാഗത്ത് കാണുന്നത്. തോമസ്, ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് വ്യക്തിപരമായ അനുഭവം ഉണ്ടാകണം, എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കണം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു അന്വേഷിച്ചു വരികയാണ്. നിന്റെ കൈ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ഒന്ന്, എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു തോമസിനെ അന്വേഷിച്ചു വന്നത്? ഒന്ന്, ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വന്നത്. ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. തോമസിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവിശ്വാസിയായി അന്ധകാരത്തിൽ പോകേണ്ട വ്യക്തിയല്ല, വിശ്വാസിയായി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ വേണ്ടിയുള്ള മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച വ്യക്തിയാണ് തോമസ് അപ്പോസ്തലൻ. ദൈവവിളി കേട്ട് ദൈവവിളി അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിട്ട് തീരുവാൻ ദൈവം അന്വേഷിച്ചു വരികയാണ് തോമസിനെ. ദൈവവിളി ശ്രേഷ്ഠമാണ്. ദൈവവിളി അനുസരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവമാണ്. ദൈവം നമ്മളെ വിളിക്കുന്നു, അതനുസരിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ വിളിക്കുന്നു, അതനുസരിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ആവശ്യമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത്. രണ്ട്, ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ചു വരുന്നത്. കർത്താവായ യേശു ക്രിസ്തു തോമസ് അപ്പോസ്തലൻ അന്വേഷിച്ചു വന്നത് ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടാണ് അന്വേഷിച്ച് വന്നത് എന്നുള്ളതാണ്. ഞാൻ നിന്നെ ആഴമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. മടക്കിക്കൊടുക്കുവാൻ തോമസിൻ്റെ കയ്യിൽ എന്തുണ്ട്? വിശ്വാസ ദൃഢതയും സമ്പൂർണമായ സമർപ്പണവും സാക്ഷ്യമുള്ള ജീവിതവും. വിശ്വാസ ദൃഢതയും സമ്പൂർണമായ സമർപ്പണവും സാക്ഷ്യമുള്ളതായ ജീവിതവും. എന്തിനാ ദൈവമേ നീ എന്നെ അന്വേഷിച്ചു വരുന്നത്? ഒന്ന്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. മടക്കിക്കൊടുക്കുവാൻ തോമസിൻ്റെ പക്കൽ എന്തുണ്ട്? വിശ്വാസ ദൃഢതയും സമ്പൂർണമായ സമർപ്പണവും സാക്ഷ്യമുള്ളതായ ജീവിതവും. നമുക്കും ഈ തോമസ് അപ്പോസ്തലനെ പോലെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി, സമ്പൂർണ്ണ സമർപ്പണമുള്ളവരായി, സാക്ഷ്യമുള്ളവരായി ജീവിക്കാം. ദൈവമായി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.